എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശാന്തമായി നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് എന്ത് എന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് അത് പറയാനുള്ള സന്ദർഭം ഒന്ന് ഓടിച്ചു പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയ ഒരു മുറിക്കകത്ത് അരുമശിഷ്യന്മാരുമായി പെസഹയാചരണത്തിന് അന്ത്യത്താഴത്തിന് ഒരുമിച്ച് കൂടുന്ന രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ യേശു കർത്താവ് അവരുമായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിന്റെ മേൽവസ്ത്രം ഊരിമാറ്റി അരയിൽ ഒരു തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളവുമായി ശിഷ്യന്മാരുടെ കാൽ കഴുകുകയാണ്. എല്ലാവരുടെയും കാൽ ഇങ്ങനെ കഴുകി ചെല്ലുമ്പോൾ എൻ്റെ ആശയം ഞാൻ പറയുകയാണ്, അതിൻ്റെ അകത്തൊരല്പം മനസാക്ഷിയുള്ളയാള് പത്രോസാണ്. പത്രോസ് ആശ്ചര്യ പരതന്ത്രനായി കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, അങ്ങ് എൻ്റെ കാല് കഴുകുന്നുവോ? അങ്ങനെ ചോദിക്കാൻ കാരണം അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അനേക യജമാനന്മാരുടെ കാലുകൾ ദാസന്മാര് കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. ഗുരുക്കന്മാരുടെ കാലുകൾ ശിഷ്യന്മാര് കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതാ സകലരുടെയും യജമാനൻ എല്ലാ അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ ത്രാണിയില്ലാതെ പത്രോസ് പറയുകയാണ്, കർത്താവേ, അങ്ങന്റെ കാൽ കഴുകുന്നുവോ? അതിന് യേശു പറയുന്ന 2 മറുപടികൾ ആ ഭാഗത്തുണ്ട്. അതിലൊരു മറുപടിയാണ് നമ്മുടെ പ്രമേയം. പത്രോസേ, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല, പിന്നെ നീ അറിയും. എന്താണ് അതിന്റെ ആ പശ്ചാത്തല വ്യാഖ്യാനം എന്ന് ചോദിച്ചാൽ, പത്രോസേ, ഞാൻ ഈ ചെയ്യുന്നത് എന്താ? യജമാനനായ ഗുരുവായ ദൈവമായ സകലത്തിന്റെയും നാഥനായ ഞാൻ അരയിൽ തുവർത്തെടുത്ത് ചുറ്റി നിങ്ങളുടെ കാല് കഴുകുന്നതിന്റെ അർത്ഥം നിനക്ക് ഇപ്പം മനസ്സിലാകില്ല. എന്നാൽ ഈ മിനിസ്ട്രി, ഈ ശുശ്രൂഷ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഇതെന്തിനാ ചെയ്തതെന്ന് പിന്നീട് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. അതാണ് അതിന്റെ ആ പശ്ചാത്തലത്തിലുള്ള വ്യാഖ്യാനം. അതാണ് ശരിയായ വ്യാഖ്യാനം. സന്ദർഭത്തിൽ നിന്ന് അതിനെ ഒന്ന് അടർത്തി മാറ്റി ഒരാശയം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരികയാണ്. പത്രോസേ, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല, പിന്നെ നീ അറിയും. പ്രിയരേ, പലപ്പോഴും പലതും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഇത്ര പരമാർത്ഥമായി ഞാൻ ദൈവത്തെ സേവിച്ചിട്ടും ഈ ദൈവത്തെ സേവിക്കാൻ ഏകയായി ഞാൻ ഇറങ്ങി തിരിച്ചിട്ടും ഇത്രയേറെ കരഞ്ഞിട്ടും ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ ഉപവസിച്ചിട്ടും എന്തേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തകർച്ച സംഭവിച്ചു? എന്തുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥനയിൽ മറുപടിയില്ല? ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? ഒരു വേളയെങ്കിലും ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞോ, ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വേട്ടയാടി ചോദിക്കുക. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനത്തിലൂടെ പറയുന്ന ദൂതറിഞ്ഞുകൊള്ളുക. ദൈവം പലതും പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ചെയ്യുമ്പോ അതിന്റെ പിന്നിലെ ദൈവോദ്ദേശം എന്തെന്നറിയാൻ കഴിയാതെ മനുഷ്യനായ നീ വീർപ്പുമുട്ടി എന്ന് വരാം. പക്ഷെ ഈ മറക്കരുത്, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിശ്ചയം അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിരുന്നു എന്ന് നിനക്ക് വ്യക്തമാകപ്പെടാൻ ഒരുപക്ഷെ അല്പസമയം എടുത്തെന്നു വരാം. അല്പം സമയം എടുക്കപ്പെടേണ്ടി വന്നാലും എഴുതി വെച്ചുകൊള്ളൂ, അത് നിന്റെ തിന്മയ്ക്കായിരുന്നില്ല, അത് നിന്റെ നന്മയ്ക്കായിരുന്നു എന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെളിയിച്ചു തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്
പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആലോചന കൈമാറുമ്പോൾ അതരം തുറന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പോലും എന്നെ കൈവിട്ടോ, ദൈവം പോലും എന്നിൽ നിന്ന് ദൂരത്താണോ എന്ന സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വേട്ടയാടപ്പെട്ട് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നിൽ നിന്ന് ദൂരത്തല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. അപ്പോഴേ നമുക്ക് ആ ചിന്തയിലേക്ക് ഒന്ന് വരാം, ശാന്തമായിട്ട് വരാം. ചിലപ്പോഴെങ്കിലും ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളിലൂടെ നമ്മെ ദൈവം കടത്തിവിട്ടെന്ന് വരാം. എന്തുകൊണ്ട് നിനക്കിത് സംഭവിച്ചു എന്നും മറ്റുള്ളവരും, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നും നാമും നമ്മോട് ചോദിക്കത്തക്ക നിലയിൽ മറ്റുള്ളവർ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി അങ്ങനെ ചോദിക്കുമ്പോൾ ന്യായയുക്തമായ ഒരു മറുപടി പറയാൻ കഴിയാതെ, നമുക്ക് നമ്മോട് തന്നെ ഒരു ഉത്തരം പറഞ്ഞു തൃപ്തിപ്പെടാൻ കഴിയാതെ, ചിലപ്പോഴെങ്കിലും തലകുനിയപ്പെടേണ്ടപ്പെട്ടു എന്ന് തോന്നത്തക്ക സാഹചര്യത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടെന്നു വരാം. പക്ഷെ നിരാശപ്പെടരുതേ, പതറിപ്പോകരുതേ, പിടിച്ചു നിൽക്കുക. അതിന്റെയൊക്കെ പരിസമാപ്തിയിൽ ആത്യന്തികമായി എന്റെ ദൈവത്തിന് തിന്മയ്ക്കല്ല നന്മയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം പറയാൻ ദൈവം അവസരം ഒരുക്കി തരും. തിരുവഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കത് ശാന്തമായിട്ടൊന്ന് തെളിയിച്ചു തരാമേ. ഉൽപ്പത്തി പുസ്തകം, നമുക്ക് സുപരിചിതരായ ഭക്തന്മാരുടെ ചരിത്രത്തിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കണ്ട, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞുവിടാം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന, നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് അബ്രഹാമിന്റെ പ്രസംഗം അല്ലേ? നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളും ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ എന്നപോലെ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വന്നു നിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുൻവിധിയോടൊന്നും കൂടെ ഈ സന്ദേശം ശ്രദ്ധിക്കേണ്ട. അതിൽ നിന്ന് ഒരു പുതിയ സന്ദേശം നമുക്ക് തരാൻ ദൈവത്തിന് കഴിയും. ശ്രദ്ധിച്ചേ, അബ്രഹാമിനോട് ദൈവം പറയും, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന സ്ഥലത്തവനെ ഹോമയാഗം കഴിക്കണം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ദൈവത്തിനറിയണം. എന്തോ അറിയണം? അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുമോ എന്നറിയണം. അവനേക്കാൾ തന്നെ അബ്രഹാം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് അറിയണം, അല്ലേ? അതല്ലേ പരീക്ഷ? അതാണ് പരീക്ഷയെങ്കിൽ അബ്രഹാമേ, നിന്റെ മകനെ എവിടെയെങ്കിലും അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? ഹലോ, എല്ലാരും എന്നോട് വരുന്നുണ്ടോ? ദൈവത്തിനറിയണം. എന്തോ അറിയണം? അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയണം, ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്നറിയണം. അത്ര അറിഞ്ഞാൽ പോരെ? അത്ര അറിഞ്ഞാൽ മതിയെങ്കിൽ നിന്റെ മകനെ എവിടെങ്കിലും അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? അബ്രഹാമിന്റെ വീട് മുതൽ മോറിയ ദേശം വരെ 3 ദിവസത്തെ വഴിദൂരം. ആ 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്തിട്ടേ നിനക്ക് തോന്നുന്നിടത്തല്ല, ഞാൻ കാണിക്കുന്നിടത്ത് അവനെ ഹോമയാഗം കഴിക്കണമെന്ന് പറയുമ്പോ അതിന്റെ ആശയം എന്നാന്നറിയാമോ? നിന്റെ മകന്റെ മരണമെന്നതിനപ്പുറത്ത് നിന്റെ സ്വപ്നത്തിൽ പോലും നീ ചിന്തിക്കാത്ത എന്തോ ചില പദ്ധതിക്കായുള്ള ദൈവത്തിന്റെ കളമൊരുക്കൽ അതിന്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ഞാൻ ഈ വചനത്തിലൂടെ വിളിച്ചു പറയാം, ശോധനയിലൂടെ, വേദനയിലൂടെ, ഒറ്റപ്പെടുത്തപ്പെടലുകളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ നാളുകളായി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനത്തിലൂടെ ആത്മാവ് പറയുന്നു, നിന്റെ സ്വപ്നത്തിൽ പോലും നീ ചിന്തിച്ചിട്ടില്ലാത്ത ചില ദൈവ പദ്ധതികൾക്കായി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ഈ തകർച്ചകളുടെ പിൻപിൽ, ശോധനകളുടെ പിൻപിൽ, വേദനകളുടെ പിൻപിൽ നിന്നെ കുറിച്ചുള്ള ശരിയായ പദ്ധതിയിലേക്ക് നിന്റെ ഗതി തിരിച്ചുവിടാനുള്ള ദൈവ പദ്ധതി മറഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നിരാശ മറന്ന് അധരം തുറന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ ആത്മാവി ആലോചന പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ കഴിയും? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക എന്റെ പ്രിയരെ, ആശയം ഒന്നുകൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. അബ്രഹാമിന്റെ വീട് മുതൽ മോറിയ ദേശം വരെ 3 ദിവസത്തെ വഴിദൂരം. ആ 3 ദിവസത്തെ വഴിദൂര യാത്ര എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി അല്ല കേട്ടോ. വായിക്കുമ്പോ ഈസിയാ, പക്ഷെ ചിന്തിച്ചു നോക്കിക്കേ, ഈ ശിക്ഷയേക്കാൾ ഭയങ്കര
ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. ശരിയല്ലേ? ശിക്ഷയേക്കാൾ ഭയങ്കരാണ് ശിക്ഷയെക്കുറിച്ചുള്ള പ്രതീക്ഷ. നിങ്ങൾക്കൊരു ദുരന്തം വരാൻ പോകുന്നു, നിങ്ങൾക്കൊരു അനർത്ഥം വരാൻ പോകുന്നു, നിങ്ങൾക്കൊരു അപകടം വരാൻ പോകുന്നു, നിങ്ങൾക്കൊരു തകർച്ച സംഭവിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുന്നവരാരാ ഉള്ള? ആരുമില്ല. നമ്മുടെ പണം കൊണ്ടും കഴിവ് കൊണ്ടും സ്വാധീനം കൊണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ നമ്മൾ ചെയ്യും. അല്ലേ? ശരിയല്ലേ? ശിക്ഷയേക്കാൾ ഭയങ്കരാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. എന്നിട്ട് മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കി തരാം. ഇവിടെ നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുള്ളവരല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാത്തതും നമുക്ക് നന്നായി മനസ്സിലാകുന്നതുമായ ഒരു ഉദാഹരണം. ഒരു 6ാം ക്ലാസ് അങ്ങ് സങ്കല്പിക്കുക. 6ാം ക്ലാസ് ഒരു സ്കൂള്. അതിലെ 6ാം ക്ലാസ്സിന്റെ ബി ഡിവിഷൻ. അതിൽ 40 കുട്ടികളുണ്ട്. മാത്തമാറ്റിക്സിന്റെ അധ്യാപകനെ ക്ലാസ്സിലേക്ക് കയറി വന്നു. കുഞ്ഞുങ്ങളെല്ലാവരും കൈകൂപ്പി പിടിച്ച് ചാടി എഴുന്നേറ്റ് ഭയഭക്തി ബഹുമാന ആദരവോടെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. സാറും തിരിച്ച് കുഞ്ഞുങ്ങളെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്നു. സാറ് കുഞ്ഞുങ്ങളെ നോക്കി ചിരിച്ചു. പക്ഷെ കുഞ്ഞുങ്ങളാരും സാറിനെ നോക്കി തിരിച്ചു ചിരിച്ചില്ല. കാരണം അടുത്തത് എന്താ നടക്കാൻ പോകുന്നെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. സാറ് ആ ക്ലാസ് റൂമിലൂടെ 1-2 പ്രാവശ്യം വലം വെച്ച് നടന്നു. നടപ്പൊക്കെ കഴിഞ്ഞിട്ട് 1-ാമത്തവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് സാർ അവനോട് ചോദ്യം ചോദിച്ചു. അവൻ ഗുണവും ദോഷവും മറുപടി ഒന്നും പറഞ്ഞില്ല. 40 പേരോടും ചോദ്യം ചോദിച്ചു. ഏതാണ്ടൊക്കെ പറഞ്ഞു. അതൊന്നും ഉത്തരമായിരുന്നില്ല. കോപക്രാന്തനായ അധ്യാപകൻ മേശപ്പുറത്തു നിന്ന് തന്റെ ചൂരലെടുത്തു. 1-ാമത്തവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു. നമ്മളിൽ പലരും കൈ നീട്ടി നിന്നിട്ടുള്ളത് പോലെ കണ്ണടച്ച് കഴുത്തും തിരിച്ച് കൈയും നീട്ടി ആ പാവം ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ കണ്ണടച്ച് കഴുത്ത് തിരിച്ചിങ്ങനെ കയ്യും നീട്ടി നിൽക്കുമ്പോഴുണ്ടല്ലോ അധ്യാപകന്റെ ആ ചൂരൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. 2 അടി അവന്റെ കൈവെള്ളയിൽ വന്നു വീണു. വേദന കൊണ്ട് അവൻ കൈതിരുമുമ്പോൾ ബാക്കി 39 പേരും കൈതിരുമുകയാണ്. അവർക്കെട്ടാർക്കെട്ടും അടി കിട്ടിയത് കൊണ്ട് തിരുമുന്നതല്ല, കിട്ടാൻ പോകുന്നത് കൊണ്ട് തിരുമുന്നതാണ്. 2-ാമനെ അടിച്ചു, 3-ാമനെ അടിച്ചു, 4-ാമനെ അടിച്ചു. അടി 39-ാമത്തവന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. ആ 39-ാമത്തവന്റെ നിൽപ്പുകൾ കണ്ടോ? വേർത്ത് കുളിച്ച് ഭയപ്പെട്ട് പരവശനായി അവനിങ്ങനെ കണ്ണടച്ച് കഴുത്തും തിരിച്ച് കയ്യും നീട്ടി നിൽക്കുമ്പോൾ മനസ്സിൽ പറയുന്ന ഒരു പദമുണ്ട്. സാറിന് തല്ലിയ പരിചയം. എനിക്കോ കൊണ്ടുകൊണ്ട ശീലം. എന്റെ സാറേ പതിയെ തല്ലണേ, അടിയങ്ങാനും മുറുകിപ്പോയാൽ കൈവെള്ള പൊട്ടാൻ സാധ്യതയുണ്ട്. അവനങ്ങനെ വയർത്ത് കുളിച്ച് ഭയപരവശനായി കയ്യും നീട്ടി കണ്ണുമടച്ച് കഴുത്തും തിരിച്ച് നിൽക്കുമ്പോ 40-ാമത്തവൻ ദൈവമേ അടുത്തത് എനിക്കിട്ടാണല്ലോ നോർത്ത് അവനിങ്ങനെ ഇറുക്കി കണ്ണടച്ച് കയ്യും തിരുമി ഇങ്ങനെ നിൽക്കുക. 40-ാമത്തവൻ കയ്യും തിരുമി നിൽക്കുമ്പോ 39-ാമത്തവൻ കയ്യും നീട്ടി നിൽക്കുമ്പോ 1-ാമനും 2-ാമനും അടി നേരത്തെ കിട്ടിയതിനാലും അടിയുടെ വേദന പോയതിനാലും സാറ് പിറകിലാകയാലും അവന്മാര് പേപ്പർ കീറി ബോട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നേരെ തിരിച്ച് അടി 40-ാമത്തവനെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ 1-ാമൻ കയ്യും തിരുമി നിന്നേനെ, 2-ാമൻ കയ്യും നീട്ടി നിന്നേനെ. 39-ാമത്തവനും 40-ാമത്തവനും അടി നേരത്തെ കിട്ടി വേദന പോയി സാറ് മുൻപിലാകയാൽ അവന്മാർ ഈ പേപ്പർ കീറി ബോട്ടുണ്ടാക്കിയേനെ. അപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? ശിക്ഷയേക്കാൾ ഭയങ്കരാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. ഈ പശ്ചാത്തലത്തിൽ വേണം കേട്ടോ നിങ്ങൾ അബ്രഹാമിന്റെ 3 ദിവസത്തെ വഴിയാത്രയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ. അതത്ര ഈസി ഒന്നുമല്ല. എന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം, നെരിപ്പോടിനകത്തൂമി നീറുന്നത് പോലെ നീറി ആ ഭക്തൻ പോകുകയാണ്. തന്റെ മകനെ കാണുമ്പോ ദൈവമേ ഈ കുഞ്ഞിന്റെ മേൽ ഞാൻ കത്തി ഉയർത്തേണ്ടി വരുമല്ലോ, എന്റെ കൈ ഉയർത്തേണ്ടി വരുമല്ലോ എന്നോർത്ത് ആ ഭക്തന്റെ അകം നീറുകയാ. മോറിയ മലയുടെ കയറ്റം കയറുമ്പോ മകൻ ചോദിക്കുന്നൊരു ചോദ്യം എപ്പോഴും എന്നെ വീർപ്പ് മുട്ടിയിട്ടുണ്ട്. അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, ഒക്കെ ശരിയാ, പക്ഷെ യാഗത്തിനുള്ള ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിന് നമ്മൾ പലപ്പോഴും പറയാറുള്ള പദം, അബ്രഹാം പറയുന്ന മറുപടിയാ, മകനെ യഹോവ കരുതിക്കൊള്ളും. അല്ലേ? യഹോവ കരുതിക്കൊള്ളും എന്ന പദം ഒരു വിശ്വാസത്തിന്റെ പദമാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. ഞാനതിനെ എതിർക്കുന്നില്ല, അത് സത്യമാ. പക്ഷെ അതിനൊരു മറുവശം കൂടുണ്ട്. എന്താ മറുവശം? അതൊരു വിശ്വാസത്തിന്റെ പദം എന്നതിനേക്കാൾ
മകനെ, നീയാണ് ആ യാഗവസ്തു എന്ന് അപ്പനും മകനോട് തുറന്നു പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ആ സത്യം തുറന്നു പറഞ്ഞാൽ ഞാനാണല്ലോ ആ യാഗവസ്തു എന്നോർത്ത് ഇസഹാക്ക് വേദനിക്കും. സ്വന്തം മകൻ വേദനിച്ച് കണ്ണു നിറയുന്നത് കാണാൻ ത്രാണിയില്ലാത്ത ആ പിതൃഹൃദയത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു പരിഹാര മാർഗമാണ് മകനെ യഹോവ കരുതിക്കൊള്ളുമെന്ന പദം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന ഈ ആശയം പിടികിട്ടുന്നുണ്ട്? പ്രിയരെ, നിങ്ങൾ അബ്രഹാമിനെ ഒന്ന് നോക്കിക്കേ. ഇതുവരെ ദാസന്മാരോ കഴുതയുടെ പുറത്തോ കൊണ്ടുവന്ന് ആ വിറക് കെട്ടിപ്പ് ആരുടെ തോളയിലായിരിക്കുന്നത്? ഇസഹാക്കിന്റെ തോളയിലായിരിക്കുന്നത്. നിങ്ങൾ അബ്രഹാമിനെ പുറമെ ഒന്ന് നോക്കിക്കേ. പുറമെ വീക്ഷിക്കുന്നവരെല്ലാം പറയും, മനുഷ്യനായിട്ട് ഭൂമി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങേരെ പോലെ ജീവിക്കണം. സ്നേഹിക്കുന്ന ഭാര്യ, അനുസരിക്കുന്ന മകൻ, സമ്പത്തിന് സമ്പത്ത്, ദാസി ദാസന്മാര്, ആടുമാടുകളെ എന്തിനാ അബ്രഹാമിന് കുറവ്? സുഖലോലുപ ബുദ്ധിയിലല്ലേ ജീവിക്കുക? മനുഷ്യനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങേരെ പോലെ ജീവിക്കണം. അതാ മറ്റുള്ളവർ പറയുക. ലോകത്തിൽ ആരും അബ്രഹാമിനെ കുറിച്ച് അബ്രഹാമിന്റെ അകത്തൊരു വേദനയുണ്ടെന്ന് പറയില്ല കേട്ടോ. കാരണം പുറമേ കാണത്തക്ക ഒരു വേദനയും ഭാരവും അബ്രഹാമിൽ ഇല്ല. എന്നാൽ ലോകത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത, എന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാ, ജീവിത പങ്കാളിയായ സാറായോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത ഒരു സ്വകാര്യ വേദ ആ ഭക്തന്റെ അകത്തുണ്ട്. അതറിയാവുന്നത് സ്വർഗത്തിലെ ദൈവത്തിനു മാത്രമാണ്. എന്റെ മാന്യ സഹോദരന്മാരെ, എന്റെ മാന്യ സഹോദരിമാരെ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ വചനം ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ പാർക്കുന്ന വീട് നല്ലതാണ്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മെച്ചപ്പെട്ടതാണ്, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വില കൂടിയതാണ്, നിങ്ങൾ പുറമേ നോക്കിയാൽ എല്ലാം കൊണ്ടും തൃപ്തരാണ്, ഓക്കെയാണ്. ലോകത്തിൽ ആര് നോക്കിയാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. എന്നാൽ ലോകത്തിൽ പുറമേ നോക്കുന്നവർക്ക് കാണാൻ കഴിയാത്തതും നിനക്ക് മാത്രം അറിയാവുന്നതുമായ ഏതെങ്കിലും സ്വകാര്യ വ്യഥകളിലൂടെ, ശോധനകളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാ നിങ്ങളോട് കൃത്യമായി ഇടപെടുന്നു. നിന്റെ സ്വകാര്യ വ്യഥകൾ അറിയുക മാത്രമല്ല, അതിന് പരിഹാരവും വരുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആ കരമടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ചിലരെ വിവേചിച്ച് വചനത്തിന്റെ പ്രവചനത്തിന്റെ ദൂത് ശക്തമായി ഇടപെടുന്നു. ലോകത്തിൽ ആരോടും തുറന്നു പറയാൻ കഴിയാതെ, അമ്മയോടോ അപ്പനോടോ സഹോദരങ്ങളോടോ ജീവിത പങ്കാളിയോടോ മാതാപിതാക്കളോടോ തലമുറകളോടോ പാസ്റ്ററോടോ വിശ്വാസികളോടോ ലോകത്തിൽ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത സ്വകാര്യ വ്യഥകളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ചിലരോട് ഈ രാത്രി വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ ചില സ്വകാര്യ വ്യഥകളുടെ നടുവിൽ എന്റെ തമ്പുരാന്റെ കരം ഇടപെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ അത് അനുഭവിക്കാൻ പോകുകയാണ്. ഇതിൽ പരമൊരു ദൈവ ശബ്ദം നിങ്ങൾക്ക് അനിവാര്യമാണോ? ആത്മാവ് നിയോഗം തരുന്നെങ്കിൽ അധരം തുറന്ന കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി പരിശുദ്ധാത്മാവ് അയക്കട്ടെ. ചില കുടുംബങ്ങളിൽ നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ വചനം ശ്രദ്ധിക്കുന്നത്, അവിടെ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. വചനത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. നിന്റെ ചില സ്വകാര്യ വ്യഥകളുടെ നടുവിൽ എന്റെ ദൈവം ഇടപെടും. നിന്റെ ചില സ്വകാര്യ വ്യഥകളുടെ നടുവിൽ സ്വർഗത്തിന്റെ കരം ചലിക്കും. ആ വിഷയത്തിൽ ദൈവം നീക്കുപോക്ക് വരുത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. എത്ര പേർക്ക് ആമേൻ പറയാൻ ആത്മാവിൽ നിയോഗമുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നൊരു ദൂത് ഞാൻ പറയാൻ കേട്ടോ, ശ്രദ്ധിച്ച്. കാനാവിലെ കല്യാണ വീട് പുറമേ മോടിയുള്ളതാ. ധാരാളം പേര് വീട്ടിൽ വരുന്നുണ്ട്. വരുന്നവരെ വീട്ടുകാര് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ധാരാളം പേര് വീട്ടിൽ നിന്ന് തിരിച്ച് യാത്ര പോകുന്നുണ്ട്. തിരികെ പോകുന്നവരെയെല്ലാം അവര് സന്തോഷത്തോടെ യാത്രയാക്കുന്നുണ്ട്. വരുന്നവരുടെയും പോകുന്നവരുടെയും മുൻപിൽ അവർ ചിരിക്കുന്നുണ്ടെങ്കിലും, പുറമേ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും,
വരുന്നവരോടും പോകുന്നവരോടും തുറന്നു പറയാൻ കഴിയാത്ത ഒരു സ്വകാര്യ വ്യഥ ആ വീടിന്റെ അകത്തുണ്ട്, ആ വീട്ടുകാരുടെ അകത്തുണ്ട്. വന്നവരതറിഞ്ഞില്ല, പോയവരതറിഞ്ഞില്ല. വന്നവരോടും പോയവരോടും അവരത് പറഞ്ഞില്ല. കാരണം ആത്മാഭിമാനം അതിന് സമ്മതിച്ചില്ല. ആത്മാഭിമാനം നിമിത്തം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ആ സ്വകാര്യ വ്യഥയുടെ നടുവിലുണ്ടല്ലോ എന്റെ തമ്പുരാൻ ഇടപെട്ടെന്ന്. എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? ആത്മാഭിമാനം നിമിത്തം മറ്റാരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില സ്വകാര്യ വ്യഥകളുടെ നടുവിൽ വീർപ്പുമുട്ടുന്നവരെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. കാനാവിലെ കല്യാണ വീടിന്റെ ആ പ്രതിസന്ധി അറിയുക മാത്രമല്ല, അതിന് പരിഹാരവും വരുത്താൻ എന്റെ തമ്പുരാന് കഴിഞ്ഞെങ്കിൽ, എന്റെ ദൈവം വിഷയത്തിന് നീക്കുപോക്ക് വരുത്തിയെങ്കിൽ, എഴുതി വെച്ചോ, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ താങ്കളോട് പറയുന്ന ദൂത്, നിന്റെ ചില സ്വകാര്യ വ്യഥകൾ അറിയുക മാത്രമല്ല, അതിന് പരിഹാരം വരുത്താനും എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വർഷങ്ങളായി, നാളുകളായി പരിഹാരമില്ലാതെ അപരിഹാര്യമെന്ന് നീ ചിന്തിക്കുന്ന, നീ അഴിക്കും തോറും മുറുകുന്ന കുരുക്ക് പോലെ നീ അലട്ടുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ വചനത്തിന്റെ ശക്തി വ്യാപരിച്ച് നിനക്കഴിക്കാൻ കഴിയാതിരുന്ന, പലരും ഇടപെട്ടിട്ടും പലർക്കും പരിഹരിക്കാൻ കഴിയാതെ ഇരുന്ന, അപരിഹാര്യമെന്ന് നീ ചിന്തിച്ച ചില വിഷയങ്ങളിൽ എന്റെ ദൈവം ഇടപെട്ടിട്ട് ആ വിഷയത്തിന് പരിഹാരം വരുത്തുന്നത് ആത്മാവെനിക്ക് വ്യക്തമാക്കി തരുന്നു. അധരം തുറന്ന് സ്തോത്രം പറയാൻ, ആത്മാവ് കരമടിച്ച് ആരാധിക്കാൻ നിയോഗം തരുന്നവരുണ്ടെങ്കിൽ അവരെ കരമടി ദൈവത്തിന് സ്തോത്രം ചെയ്തു കൊള്ളുക. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യുന്നു. കർത്താവിനോട് കൃത്യമായി സംസാരിക്കുന്നു. നിന്റെ ചില സ്വകാര്യ വ്യതകളിൽ ദൈവം ഇടപെടും. നിനക്കാരോടും തുറന്നു പറയാൻ കഴിയാത്ത, നിനക്കാരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത, നീ തന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന, ഇതാരോടും പറയുന്നില്ല, ഇത് പറഞ്ഞു മറ്റാരെയും ഞാൻ വേദനിപ്പിക്കുന്നില്ല, ഇത് ഞാൻ തന്നെ സഹിച്ചോളാം, ഇത് ഞാൻ തന്നെ ചുമന്നോളാം എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരെ, മനസ്സു തകർന്നവരെ ആത്മാവ് സംസാരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നാളുകളായി നിന്റെ തകർച്ചയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ വ്യഥയുടെ നടുവിൽ എന്റെ ദൈവം ഇടപെടാൻ പോകുന്നു. ചില വിഷയങ്ങൾക്ക് ദൈവം നീക്കുപോക്ക് വരുത്താൻ പോകുന്നു. ഇതിൽ പരമൊരു ദൈവ ശബ്ദം അനിവാര്യമാണോ? എത്ര പേർക്ക് ആത്മാവിൽ അധരം തുറന്ന് നിയോഗത്താൽ ആമേൻ പറയാൻ തന്റെ ഇടമുണ്ട്? കർത്താവിനോട് പറയുന്ന ആ വചനത്തിന്റെ ദൂത്, ഗെത്സമന തോട്ടത്തിലേക്ക് നിങ്ങൾ ഒന്ന് വന്നേ. യേശുവിനെ നിങ്ങൾ കണ്ടോ? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം യേശു പോയി പ്രാർത്ഥിച്ചു. എന്തിനാ ഒരു കല്ലേറു ദൂരത്തോളം യേശു ഇവരെ വിട്ടു പോയി പ്രാർത്ഥിച്ചത്? എബ്രായ ലേഖകൻ ആ പ്രാർത്ഥന പറയുന്നുണ്ട്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു. ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ രക്തം വിയർപ്പുതുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്തു ചാടി എന്ന് നാം വായിക്കുന്നു. അതവിടെ ഇപ്പം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രോമകൂപങ്ങളിലൂടെ രക്തം വിയർപ്പുതുള്ളി പോലെ ഇട്ടിട്ട് വീഴുന്നു. യേശു കർത്താവ് ഇവരെ വിട്ടൊരു കല്ലേറു ദൂരത്തോളം പോയി പ്രാർത്ഥിക്കുന്നു, ഉറച്ചു നിലവിളിക്കുന്നു. എന്തിനിവരെ വിട്ടൊരു കല്ലേറു ദൂരത്തോളം പോയി? താൻ ഉറക്ക നിലവിളിക്കുന്നത് ഇവര് കേൾക്കാതിരിക്കാൻ. ഉറക്കത്താൻ നിലവിളിക്കുന്നത് ഇവര് കേൾക്കാൻ യേശു ആഗ്രഹിച്ചില്ല, ഇവരൊട്ട് കേട്ടുമില്ല. ഇവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം എന്റെ രക്ഷിതാവ് പോയി. രക്തം വിയർപ്പുതുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ വീഴുന്നു. എന്തിനു പോയി? തന്റെ മാനസിക വ്യഥയുടെ ആഴം, തന്റെ ഇവരറിയാൻ യേശു ആഗ്രഹിച്ചില്ല, ഇവരറിഞ്ഞില്ല. അറിയാതിരുന്നത് കൊണ്ട് അവർ ഉറങ്ങി കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? തന്റെ മാനസിക വ്യഥ ഇവരറിയാൻ യേശു ആഗ്രഹിച്ചില്ല. താൻ ഉറക്ക നിലവിളിക്കുന്നത് ഇവർ കേൾക്കാൻ യേശു ആഗ്രഹിച്ചില്ല. തന്റെ നിലവിളിയും തന്റെ വേദനയും അവരിൽ നിന്ന് എന്റെ രക്ഷിതാവ് മറച്ചു വെച്ചു. അവർ കേൾക്കാതിരിക്കാൻ, അവർ കാണാതെ പോയി ഉറക്ക നിലവിളിച്ചു. അവർ കാണാതെ എന്റെ കർത്താവ് മാനസിക സംഘർഷം, മാനസിക ദുഃഖം
മുഖമടക്കി. എന്നാൽ ഇന്ദ്രോസും യാക്കോബും യോഹന്നാനും ഏറ്റില്ലെങ്കിലും, കേൾക്കാൻ യേശു ആഗ്രഹിച്ചില്ലെങ്കിലും, കർത്താവിന്റെ മാനസിക വ്യഥയുടെ ആഴം അവരറിഞ്ഞില്ലെങ്കിലും, അറിയാൻ കർത്താവ് ആഗ്രഹിച്ചില്ലെങ്കിലും, എന്റെ പിതാവായ ദൈവം, സ്വർഗസ്ഥനായ ദൈവം തന്റെ പുത്രന്റെ നിലവിളി കേട്ടു. സ്വകാര്യ വ്യത അറിഞ്ഞു. നിലവിളി കേൾക്കുകയും അറിയുകയും മാത്രമല്ല, പുത്രനെ ശുശ്രൂഷിപ്പാൻ ഗെത്സമനയിൽ ഒരു ദൂതനെ അയച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രിയരെ? നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ പലരും അറിഞ്ഞെന്ന് വരില്ല, പലരും അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ അതറിയുന്ന ഒരു ദൈവം, അത് മനസ്സിലാക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെങ്കിൽ മനുഷ്യരോട് മുഷിയാതെ, മനുഷ്യരോട് പിണങ്ങാതെ സ്തോത്രം ചെയ്തു പറ, എന്നെ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. അവൻ നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. നിന്റെ കണ്ണുനീർ ഒന്ന് സ്തോത്രം ചെയ്ത ദൈവമക്കൾ വിളിച്ചു പറ, നിന്റെ കണ്ണുനീർ അവന്റെ തുരുത്തിയിലില്ലയോ? നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവം നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിൽ ആക്കി വെച്ചിട്ടുള്ള ദൈവം ജീവിക്കുന്നു. ഇസ്രായേൽ ഒരിക്കൽ ഇങ്ങനെ പാടി, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, യാക്കോബിന് ഞങ്ങളെ തിരിയുന്നതുമില്ല, എങ്കിലും യഹോവേ നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. അറിയേണ്ടുന്ന പലർക്കും നിന്നെ അറിയേണ്ടുന്നത് പോലെ അറിയാതിരിക്കുമ്പോ, തിരിയേണ്ടുന്ന പലർക്കും നിന്നെ തിരിയേണ്ടുന്നത് പോലെ തിരിയാതിരിക്കുമ്പോ, മനസ്സിലാക്കേണ്ടുന്ന പലരും നിന്നെ ശരിയായി മനസ്സിലാക്കാതിരിക്കുമ്പോ, വചനം ഉയർത്തിപ്പിടിച്ച് ഞാൻ സന്തോഷത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും പറയുന്നു, നിന്നെ അറിയുന്നത് പോലെ അറിയുന്ന ഒരു ദൈവം, നിന്നെ മനസ്സിലാക്കേണ്ടുന്നത് പോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തു പറ, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്ഹാക്കിന് ഞങ്ങളെ തിരിയുന്നതുമില്ല, എങ്കിലും യഹോവേ നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. ഒരിക്കൽ മോശയോട് എന്റെ ദൈവം പറഞ്ഞു, എന്തോ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറയുക. ഒരിക്കൽ മോശയോട് എന്റെ ദൈവം പറഞ്ഞു, മോശേ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു, മോശേ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഒറ്റപ്പെടുത്തപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കപ്പെട്ട വേദന തിന്നുന്നവരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി തന്റെ വചനത്തിന്റെ ദൂത് ശക്തമായി ഇടപെടുന്നു. മുഷിയരുത്, നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. എലിയാവിനെ പോലെ ജീവിതം മടുത്തെന്ന് പറയരുത്. ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കരുത്. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. ജീവിതം പരാജയപ്പെട്ടെന്ന് വിധി പറയരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. മാന്യ സഹോദരി, മാന്യ സഹോദര, എന്റെ മാന്യ ശ്രോതാവേ, എന്റെ ദൈവത്തിന്റെ ഒരു ഫേവർ, എന്റെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ നിനക്ക് വേണ്ടി നിശ്ചയമായും വെളിപ്പെട്ടു വരും എന്ന് KJ തോമസ് അല്ല, പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പ്രവചനം പറയുമ്പോൾ വാക്കിന് ആമേൻ പറയാൻ ആത്മാവിൽ നിയോഗമുള്ളവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് ഈ യോഗം ഹല്ലേലൂയ നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ ഇടപെടട്ടെ. ആത്മഹത്യകളുടെ ചില തോന്നലുകൾ ആത്മാവ് തകർക്കട്ടെ. ജീവിതം കൈപ്പാക്കിയ ചിലർ, ജീവിതം നിരാശപ്പെടുത്തിയ ചിലർ, എന്തിനിങ്ങനെ ഒരു ജീവിതമെന്ന് പുലമ്പുന്ന ചിലർ കർത്താവിനാൽ പണിയപ്പെടുകയാണ്. ആ ദുഷ്ട ശക്തിയെ, ആ പൈശാചിക ശക്തിയെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഒരുമിച്ച് നിർവീര്യമാക്കുകയാണ്. പരിശുദ്ധന്മാർ വചനത്തിന്റെ ആഴമായ വ്യാപാരം അയച്ച് ചിലരെ വിടുവിക്കുന്ന ശിഖരബിനി. ഹല്ലേലൂയ. കർത്താവ് ഒരു വചനത്തിന്റെ പ്രവചനം എന്നോട് ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കിടക്കുകയാണ്. അവർക്ക് വാഗ്ദത്തം കൈമുതലായിട്ടുണ്ട്. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം പറഞ്ഞ വാഗ്ദത്തം അല്ലേ? എന്താ വാഗ്ദത്തം? അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കും, അവർക്ക് വാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കൊടുക്കും. യാക്കോബ് മരിക്കാൻ നേരത്ത് അത് പറഞ്ഞു. എന്തിനേറെ പറയുന്നു, യോസേഫ് മരിക്കാൻ നേരത്ത് സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ പരദേശികളാണ്, അധിക നാൾ നിങ്ങൾ ഇവിടെ
അവിടെ കിടക്കില്ല. നമ്മുടെ പിതാമഹന്മാരോട് ദൈവം വാഗ്ദത്തം പറഞ്ഞതുപോലെ മിസ്രൈമിൽ നിന്ന് ദൈവം നിങ്ങളെ പുറപ്പെടുവിക്കും. അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോഴുണ്ടല്ലോ, എൻ്റെ ആസ്തികൾ കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പൊ അത്രമാത്രം വാഗ്ദത്തം കൈമുതലായുള്ള ഇസ്രായേൽ മിസ്രൈമിൽ കിടക്കിയ. എന്നാൽ പുറപ്പാട് പുസ്തകം ആരംഭ അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരിലെ ഊഴിയ വിചാരകന്മാർ നിമിത്തം അവരുടെ ജീവനെ കൈപ്പാക്കി. അവരുടെ ജീവനെ കൈപ്പാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? എന്തിനിങ്ങനെ ഒരു ജീവിതം? ഇങ്ങനെ ജീവിച്ചിട്ട് ആർക്കു ഗുണം? എന്തു ഗുണം? എനിക്ക് മരിച്ചാ മതി, ഇങ്ങനെ ഒരു ജീവിതം വേണ്ട. ചത്താ മതി, മരിച്ചാ മതി, ഇങ്ങനെ ഒരു ജീവിതം ആർക്കും കൊടുക്കരുതെന്ന് പിറുപിറുക്കത്തക്ക നിലയിൽ, പറയത്തക്ക നിലയിൽ അവരുടെ ജീവിതം കൈപ്പായി. അവരുടെ ജീവിതം ദുസ്സഹമായി. ആരുടെ ജീവിതം കൈപ്പായി? ആരുടെ ജീവിതം ദുസ്സഹമായി? വാഗ്ദത്തങ്ങൾ ഒത്തിരി കുമിഞ്ഞുകൂടി കിടക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ഒരു സൈഡിൽ വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉള്ളപ്പോൾ തന്നെ മറു സൈഡിൽ വാഗ്ദത്തമുള്ളവന്റെ അകത്ത് ജീവിക്കണ്ട എന്ന് പോലും തോന്നത്തക്ക നിലയിൽ ഇരുളിന്റെ വ്യാപാരങ്ങൾ, ദുഷ്ടശക്തികൾ നിരാശ കയറ്റിവിട്ടെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാലും സ്വർഗം എനിക്ക് തന്ന ആത്മീയ അധികാരത്താലും ഞാൻ ശുശ്രൂഷിക്കുന്ന വചനത്താലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ ജീവിതത്തിൽ നിരാശയിട്ട് കൈപ്പിട്ട് ജീവിതം പോലും ദുസ്സഹമെന്ന് പറയത്തക്ക നിലയിൽ, ഇങ്ങനെ ജീവിച്ചിട്ട് എന്തു ഗുണമെന്ന് തോന്നത്തക്ക നിലയിൽ തകർക്കാൻ നിൽക്കുന്ന ഇരുളിന്റെ ശക്തിയെ അഴിഞ്ഞുമാറാൻ, വിട്ടുമാറാൻ വചനത്താൽ, യേശുവിൻ നാമത്താൽ, കർത്താവിന്റെ പവിത്ര രക്തത്താൽ അമർച്ചയായി ഞങ്ങൾ കൽപ്പിക്കുന്നു. സ്വത്രം 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 സ്വത്രം. ആത്മീയ അധികാരത്താൽ അപൈശാചിക ശക്തിയെ തകർക്കാൻ കർത്താവ് കൃപ തന്നിട്ടുള്ള ദൈവമക്കൾ, കർത്താവ് അഭിഷേകം തന്നിട്ടുള്ള അഭിഷേകന്മാർ കരമടിച്ചാധാരം തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ചില കുടുംബങ്ങളിൽ നിന്ന് നിരാശയുടെ ശക്തിയെ ആത്മാവ് കുട്ടിയിറക്കി വിടുകയാണ്. ചിലരിൽ നിന്ന് നിരാശയുടെ കടുങ്കട്ടിനെ ദൈവാത്മാവ് പൊട്ടിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരം കൊണ്ട് നാം ദൂരസ്ഥരെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥരായി ഒരുമിച്ച് അഭിഷക്തന്മാർ, ദൈവമക്കൾ സ്തോത്രം ചെയ്ത് അധികാരത്തോടെ കൽപ്പിക്കട്ടെ. ആ നിരാശയുടെ ശക്തികൾ മാറട്ടെ. ജീവിതം നിരാശയാക്കുന്ന, ജീവിതം ദുസ്സഹമാക്കുന്ന, ആത്മഹത്യയെ കുറിച്ച് പോലും തോന്നലുകൾ ഉളവാക്കുന്ന, ജീവിതം കൈപ്പാക്കി മാറ്റുന്ന ചില ദുഷ്ടശക്തികൾ അഴിഞ്ഞു മാറുകയാണ്. ഞാൻ തോന്നൽ പറയുകയല്ല, പ്രസംഗം കഴിപ്പിക്കാൻ പുൽപിറ്റിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല. ആത്മാവ് തരുന്ന നിയോഗത്താൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം എന്ന നിലയിൽ ആ നിരാശയുടെ കടുങ്കട്ടിനെ ആത്മാവിൽ അഴിക്കാൻ എല്ലാവരും കരമടിച്ച് ആധാരം തുറന്ന് അല്പനിമിഷം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആത്മപ്രവാഹം ഇതിനകത്തുണ്ടാകട്ടെ. വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. മരണശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. കർത്താവിനായി ചിലരെ അഭിഷേകം ചെയ്ത് വേർതിരിക്കാനുള്ള, ദൈവത്തിന് വേണ്ടി ഇനിയും ഓടാനുള്ള, ഹോരേബോളം പായാനുള്ള, ഏലിയാവേ ചൂരച്ചെടിയുടെ കീഴിൽ മരിച്ചാൽ മതി, എന്തിനിങ്ങനെ ഒരു ജീവിതമെന്ന് തോന്നത്തക്ക നിലയിൽ നിന്നെ ആക്കി തീർത്ത ഇസബേലിയ ശക്തികൾ നാമത്തിൽ, നിരാശയുടെ ശക്തികൾ നിനക്കെതിരെ നൃത്തം ചെയ്യുമ്പോൾ, നിരാശയുടെ ശക്തികൾ നിന്നെ വലയം ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നു, ആ നിരാശയുടെ കെട്ടുകളെ ദൈവം അഴിച്ചു മാറ്റുകയാണ്. ആ വല പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. യേശുവിൻ നാമത്തിൽ ചില നിരാശകളുടെ കടുങ്കെട്ടുകളെ ആത്മാവ് അഴിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് തുറന്നൊരു നല്ല സ്തോത്രം കർത്താവിനെന്ന് പറയാമോ? വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതിലേക്ക് ഞാൻ പോയെന്നേ ഉള്ളൂ. അപ്പൊ അബ്രഹാം പുറമേ നോക്കിയാൽ ഒരു കുഴപ്പവും അബ്രഹാമിലില്ല. പുറമേ വീക്ഷിക്കുന്നവർക്കാർക്കും അബ്രഹാമിൽ ഒരു പ്രശ്നവും കാണാനുമില്ല. ലോകത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത സ്വകാര്യ വ്യഥ
അബ്രഹാമിൻ്റെ അകത്തുണ്ട്, അതറിയാവുന്നത് സ്വർഗത്തിലെ ദൈവത്തിനാണ്. മനുഷ്യൻ മറന്നോട്ടെ, മനുഷ്യർ ഒറ്റപ്പെടുത്തിക്കോട്ടെ. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം വലിച്ചെറിഞ്ഞാലും നിന്നെ മറക്കാത്തൊരു ദൈവം ഇല്ലേ? നിന്നെ ഓർക്കുന്നൊരു ദൈവമില്ലേ? നിന്നെ സഹായിക്കാൻ കഴിവുള്ളൊരു ദൈവമില്ലേ? മനുഷ്യർക്ക് വിളങ്ങാനൊന്നും ചെയ്യരുത്, മനുഷ്യരെ കാണിക്കാനൊന്നും ചെയ്യരുത്. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കരായി ജീവിക്കുക, പരമാർത്ഥതയോടെ ജീവിക്കുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനാകുക. ഞാൻ ഏൽ ഷദായ്, ഞാൻ സർവശക്തനായ ദൈവമല്ലേ. പ്രൈസ് ഗോഡ്. ഇനി നമുക്ക് മടങ്ങി വരാം. ദൂതും വചനവും കൂടെ വേണമല്ലോ, നമുക്ക് ഒരുമിച്ച് മടങ്ങി വരാം. അപ്പന് മോനും കൂടെ മോറിയ മലയുടെ മുകളിലെത്തി. വേണ്ട വേണ്ട വേണ്ട. അപ്പനും മോനും കൂടെ മോറിയ മലയുടെ മുകളിലെത്തി. മുകളിലെത്തിയപ്പോഴേ അവിടെ ഹോമയാഗപീഠമൊന്നുമില്ലല്ലോ. ഈ മോറിയ മലയിൽ ഇതിനു മുമ്പ് യാഗം നടന്നിട്ടില്ല. കർമ്മേലിൽ ഏലിയാവ് യാഗപീഠം പണിതില്ല, പുതുക്കി പണിതേ ഉള്ളൂ. പക്ഷെ ഇവിടെ യാഗപീഠമില്ല. അപ്പനും മോനും കൂടെ ആ മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കല്ല് പെറുക്കി അടുക്കി 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 യാഗപീഠം പൂർത്തീകരിച്ചു. ഇനി നിങ്ങൾ ആ സന്ദർഭം നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് വരണം. ഹോമയാഗപീഠം പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ആ സത്യം അബ്രഹാമിന് ഇസഹാക്കിനോട് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 3 ദിവസം യഹോവ കരുതിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞു, പരിഹാരമാർഗം ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു. ഇനി ആ സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. പ്രിയരെ, നിങ്ങൾ എൻ്റെ കൂടെ വരണേ. അബ്രഹാം ആ സത്യം മകനോട് തുറന്നു പറഞ്ഞു. എനിക്ക് അബ്രഹാമിനേക്കാൾ അവിടെ ഇഷ്ടപ്പെട്ടത് ഇസഹാക്കിനെയാ. നമ്മൾ ചിന്തിക്കുന്നത് ഇസഹാക്ക് തീരെ ബാലനൊന്നും അല്ല. ആ മലയുടെ മുകളിലേക്കുള്ള വിറക്, ആ മലയുടെ മുകളിലേക്ക് വിറക് തൻ്റെ തോളി ചുമ്മിക്കൊണ്ട് പോയെന്ന ആണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. അതിന് നിർന്നൊരു സ്വോത്രം പറഞ്ഞു. കാരണം നമ്മുടെയൊക്കെ ചിന്ത ഒരു കുഞ്ഞാണെന്ന്. അങ്ങനൊന്നും അല്ല. ഒരു 10-18 വയസ്സെങ്കിലും കുറയാതുണ്ട്. ആർക്ക്? ഇന്നത്തെ ഇസഹാക്കുമാരൊക്കെ ആണെങ്കിൽ അപ്പന് ഭ്രാന്താന്നും പറഞ്ഞ് അപ്പന്റെ കയ്യും കാലും കെട്ടി യാഗപീഠത്തിൽ കിടത്തിയാനെ. പക്ഷെ ഇസഹാക്ക്, മകനെ, നിന്നെ ഇവിടെ യാഗം കഴിക്കാൻ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു എന്ന സത്യം വെളിപ്പെടുത്തിയപ്പോ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന് ഇസഹാക്ക് വിധേയപ്പെട്ടു കൊടുത്തു. ഈ യാഗവേദിയിൽ ഞാൻ ചാമ്പലാകണമെന്ന എൻ്റെ ദൈവത്തിന്റെ തിരുവിഷ്ടമെങ്കിൽ ആ ദൈവഹിതം എന്നിൽ നിറവേറപ്പെടട്ടെ. വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന് മുമ്പിൽ ഇസഹാക്ക് വിധേയപ്പെട്ടു കൊടുത്തു. ക്രിസ്തീയ ജീവിതം എന്താണെന്നറിയാമോ? നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുകയല്ല. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ താല്പര്യങ്ങളും സാധിപ്പിച്ചെടുക്കാൻ ഒറ്റമൂലിയല്ല ദൈവം. ദൈവത്തെ എൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന് ദൈവത്തെ കൊണ്ട് കാര്യം സാധിപ്പിക്കുകയല്ല. അതിനപ്പുറത്ത് എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിന്റെ ഹിതം എന്താണെങ്കിലും ചോദ്യം ചെയ്യാതെ, പിതാവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറപ്പെടട്ടെ. എനിക്ക് എന്റെ ഹിതമില്ല, എനിക്ക് എന്റെ ഇഷ്ടമില്ല, എനിക്ക് എന്റെ താല്പര്യമില്ല, എനിക്ക് എന്റെ സ്വപ്നങ്ങളില്ല, എനിക്ക് എന്റെ അജണ്ടകളില്ല. അങ്ങയുടെ ഹിതമാണ് എന്റെ ഹിതം, അങ്ങയുടെ പദ്ധതിയാണ് അങ്ങയുടെ എന്റെ പദ്ധതി. അതിനായി എന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് സമ്പൂർണമായി പറയുന്നതാണ് ആത്മീകത. അത് തിരിച്ചറിയാൻ എത്ര പേരുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്ക. സഹോദരങ്ങളെ, നമ്മൾ ഇത്ര നാളും ജീവിച്ചില്ലേ? അതിഭയങ്കരമായ 2 വർഷം നമ്മെ വിട്ടുപോയില്ലേ? നമ്മെക്കാൾ ആരോഗ്യമുള്ള പലരും,
പ്രതിരോധശേഷി ഉണ്ടായിരുന്ന പലരും, പ്രായം കുറഞ്ഞ പലരും, മിടുക്കര് പലരും മണ്ണിൽ കണ്ണടച്ചില്ലേ? കൃപയാൽ ഇന്ന് രാത്രി ജീവിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നില്ലേ? എത്ര പേര് സ്തോത്രം ചെയ്തു പറയും? കർത്താവിനോട് പറ, ഈ ജീവിതം അങ്ങയുടെ ദാനമാ, ഈ ജീവിതം അങ്ങ് തന്നതാ. കർത്താവേ, ഇത്ര നാൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്കായി ജീവിച്ചു, ഭർത്താവിനായി ജീവിച്ചു, മക്കൾക്കായി ജീവിച്ചു, മാതാപിതാക്കൾക്കായി ജീവിച്ചു, സമ്പത്തിനായി ജീവിച്ചു, ജോലിക്കായി ജീവിച്ചു, ബിസിനസ്സിനായി ജീവിച്ചു, പലതിനായി ജീവിച്ചു. എന്നാൽ ഒരിക്കൽ ഈ മണ്ണിൽ ഞാൻ കണ്ണടയ്ക്കും, അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നു നിൽക്കും. കർത്താവേ, ഒറ്റ ജീവിതമേ എനിക്കിവിടെയുള്ളൂ, അങ്ങയുടെ ഹിതം ചെയ്യാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ. എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഇവിടെ ജീവിച്ച് എനിക്ക് മണ്ണിൽ കണ്ണടയ്ക്കണ്ട. ഈ കൊച്ചു ജീവിതം എനിക്ക് തന്നതിന്റെ പിന്നിലുള്ള എന്റെ ദൈവത്തിന്റെ ഹിതവും എന്റെ ദൈവത്തിന്റെ ഉദ്ദേശവും നിവർത്തിച്ച് ഈ മണ്ണിൽ കണ്ണടയ്ക്കാൻ എനിക്ക് കൃപ തരണമെന്ന് എത്ര പേരുണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവഹിതം ചെയ്യാൻ തരണമേ. എന്റെ ഹിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരികയല്ല, വെളിപ്പെടുത്തപ്പെടുന്ന ദൈവഹിതം എന്താണെങ്കിലും ഞാൻ അതിനെ സമ്പൂർണമായി വിധേയപ്പെട്ടു തരികയാണ്. മാന്യ സഹോദരങ്ങളെ, വിശ്വാസ സ്നാനം ഒരു സത്യമാണെന്ന് അറിഞ്ഞിട്ടും ആത്മാവിലുള്ള ആരാധന സത്യമാണെന്ന് അറിഞ്ഞിട്ടും നിന്നെക്കുറിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടെന്ന് വ്യക്തവും കൃത്യവുമായി ദൈവം ബോധ്യപ്പെടുത്തി തന്നിട്ടും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിന് മുമ്പിൽ പൂർണ്ണമായി വിധേയപ്പെട്ടു കൊടുക്കാൻ കഴിയാതെ അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ മുമ്പിൽ നീ വിധേയപ്പെട്ടു കൊടുക്ക. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ മുമ്പിൽ വിധേയപ്പെട്ടു കൊടുത്ത ഇസഹാക്കിന് വേണ്ടിയാണ് എന്റെ ദൈവത്തിന്റെ അത്ഭുതം മോറിയായിൽ വെളിപ്പെട്ടതെങ്കിൽ മാവ് പറയുന്നു, വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ മുമ്പിൽ നീ വിധേയപ്പെട്ടു കൊടുക്ക. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് സ്വർഗം തെളിയിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുന്നു. സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാ ശക്തമായി ചിലരോട് ഇടപെടുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന് മുമ്പിൽ വിധേയപ്പെട്ടു കൊടുത്ത ഇസഹാക്കിന്റെ കൈകാലുകൾ കെട്ടി വന്യവയോധികനായ അബ്രഹാം തുടിക്കുന്ന ഹൃദയത്തോടും നിറഞ്ഞ കണ്ണുകളോടും വിതുമ്പുന്ന ചുണ്ടുകളോടും അന്തരീക്ഷത്തിലേക്ക് കത്തിയെടുത്തുയർത്തി ഇസഹാക്കിനെ ലക്ഷ്യമാക്കി വീശാൻ ഒരുങ്ങുമ്പോൾ ദൈവശബ്ദം വരിക, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഹലോ, ഇതെന്നാ ഒരു ഡ്രാമയാണോ? എന്നോട് പിണങ്ങല്ലേ. ഇടമറുകൊക്കെ ഇതിന് കൊടുത്തത് നരബലി ഇഷ്ടപ്പെടുന്ന ദൈവം എന്നാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതെന്നാ ഒരു ഡ്രാമയാണോ? 3 ദിവസം എരുതിയിലൂടെ ഈ ഭക്തനെ നടത്തിയിട്ട് എന്നാ പിന്നെ വേണ്ടെന്ന് പറയാനാണെങ്കിൽ ഈ തീ തീറ്റേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്നോട് സങ്കടം? ധൈര്യമായിട്ടിരിക്കുന്നേ. വെറുതെ ഒരു ദൈവ പൈതലിന്റെ കണ്ണ് നനയാൻ ദൈവം അനുവദിക്കുകയല്ല. വെറുതെ നിന്റെ ഹൃദയം നുറുങ്ങാൻ ദൈവം അനുവദിക്കുകയല്ല. വെറുതെ ഒരു സങ്കടം ദൈവം നിനക്ക് തരികയല്ല. നിന്റെ കണ്ണ് നനയാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം നുറുങ്ങാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, സങ്കട താഴ്വരയിലൂടെ നീ പോകാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, അതിന്റെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇല്ല. വെറുതെ ഒരു ശോധന, വെറുതെ ഒരു വേദന, വെറുതെ ഒരു കഷ്ടത, വെറുതെ ഒരു നൊമ്പരം, വെറുതെ ഒരു സങ്കടം എന്റെ ദൈവം തരില്ല. നിശ്ചയമായും അതിന്റെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വെറുതെ അല്ല ഈ ശോധനയെങ്കിൽ, വെറുതെ അല്ല ഈ വേദനയെങ്കിൽ പിന്നെ എന്തിനായി വേദന ദൈവം കൊടുത്തേ? വായിച്ചേ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ആ വാക്യം ഒന്ന് വായിച്ചോളെ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസിനായ ഒർണാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. മതി, കരങ്ങൾ ഉയർത്തി ഒരു നല്ല സ്തോത്രം ശബ്ദമുയർത്തി പറയാമോ? സ്തോത്രം. ശലോമോനാണ് യെരൂശലേം ദൈവാലയം പണിതത്. യെരൂശലേം ദൈവാലയം എവിടെ പണിതത്? മോറിയ മലയിൽ.
അവിടെ വേറൊരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്, ഓർന്നാന്റെ കളം. ദാവീദ് രാജാവായപ്പോ ദാവീദിനൊരു ആഗ്രഹം, ജനത്തെ ഒന്ന് എണ്ണണം. അന്ന് സൈന്യാധിപൻ യോവാബാണ്. യോവാബിനോട് പറഞ്ഞു, പോയി ജനത്തെ എണ്ണാൻ പറഞ്ഞു. യോവാബ് പറഞ്ഞു, അരുത് രാജാവേ, ജനത്തെ എണ്ണരുത്. പക്ഷേ രാജാവിന്റെ കൽപ്പന സൈന്യാധിപൻ അനുസരിക്കേണ്ടി വന്നു. ഗതികേട് കൊണ്ട് എണ്ണിക്കൊണ്ട തുക ദാവീദിന് കൊടുത്തു. പക്ഷെ എണ്ണിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഗാദ് പ്രവാചകനെ ദാവീദിന്റെ അടുക്കൽ വിട്ടിട്ട് പറഞ്ഞു, നീ ജനത്തെ എണ്ണിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3 ശിക്ഷകൾ ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. 1, 3 വർഷത്തെ മഹാക്ഷാമം. 2, 3 ദിവസത്തെ മഹാമാരി. 3 മാസം നിന്റെ ശത്രുക്കൾ നിന്റെ പിറകെ വന്ന് നിന്നെ പീഡിപ്പിക്കും. ഇതിലേത് വേണം, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. ദാവീദ് ഭയങ്കര തന്ത്രശാലിയാ. ദാവീദ് ദൈവത്തോട് പറയാ, ദൈവമേ, 1-ാമത്തേതോ 3-ാമത്തേതോ പോരട്ടെ, 2-ാമത്തെ വേണ്ട. അങ്ങനെ ബൈബിളിലില്ല. എൻ്റെ ഭാഷ ഞാൻ പറയാം. ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴരുത്, യഹോവയുടെ കയ്യിൽ. അർത്ഥം എന്താണെന്നറിയാമോ? 3 വർഷത്തെ മഹാക്ഷാമം എനിക്ക് ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ. 3 ദിവസത്തെ മഹാമാരിയും എനിക്ക് ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാവർക്കും കൂടെ അല്ലേ. പക്ഷെ ആ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്റെ പിറകെ വന്ന് നിന്നെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞില്ല, അതെനിക്ക് ഒറ്റയ്ക്ക്, അത് വേണ്ട. സത്യം പറയാം, ഈ കോവിഡ് കാലത്ത് നമുക്കൊരു ആശ്വാസം എന്താണെന്നറിയോ? എനിക്ക് ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ. നമ്മൾ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടും, നമ്മൾ സ്വയം ആശ്വസിക്കുന്ന കാര്യം ഇതാ, അവർക്കും വന്നല്ലോ, ഇവർക്കും വന്നല്ലോ, അത് എനിക്കും വന്നതിൽ പക്ഷെ ആർക്കും വരാത്തൊന്ന് നമുക്ക് വന്നാൽ നമുക്കത് സങ്കടം. അത് നമുക്ക് വന്നതിലുള്ള സങ്കടമല്ല, അവർക്ക് വന്നില്ലല്ലോ എന്നുള്ള സങ്കടം. മനസ്സിലായോ? ഞാൻ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ദൈവം, കർത്താവ് എനിക്ക് മാത്രം എൻ്റെ എങ്ങനെ വന്നേ, ആശയം അവർക്കും കൂടെ കൊടുക്കരുതായിരുന്നു. എൻ്റെ ചിന്ത നിങ്ങൾക്ക് പിടികിടുന്നുണ്ടോ? ദാവീദ് ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴരുതേ. അതിൻ്റെ മറ്റൊരാശയം കൂടെ പറയാം, ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ. ആശയം എന്താണെന്നറിയാവും? ദൈവമേ, മനുഷ്യർക്ക് എന്നെ ഇട്ട് കൊടുത്താൽ അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ വീണാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഇതിനേക്കാൾ വലിയൊരു അപജയം ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. അന്നെന്നോട് കരുണ കാണിച്ച ദൈവമേ, സംഭവിച്ചു പോയി, തെറ്റിപ്പോയി, അങ്ങയുടെ പക്കൽ വിമോചനമുണ്ടല്ലോ. അനുതപിക്കുന്നവനോട് കരുണ കാണിക്കാൻ, ഏറ്റുപറയുന്നവനെ ചേർത്ത് പിടിക്കാൻ അങ്ങ് മനസ്സുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. ഞാൻ വിളിച്ചു പറയുന്നു, ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം. എന്റെ മനസ്സാക്ഷിക്ക് കുളിർമയുണ്ടാകുന്നൊരു ശബ്ദം പറയുക. കരയാൻ മനസ്സുണ്ടെങ്കിൽ, ഏറ്റുപറയാൻ മനസ്സുണ്ടെങ്കിൽ, ഉപേക്ഷിക്കാൻ മനസ്സുണ്ടെങ്കിൽ, വിട്ടുകളയാൻ മനസ്സുണ്ടെങ്കിൽ, എറിഞ്ഞുകളയാൻ മനസ്സുണ്ടെങ്കിൽ, കരയാൻ മനസ്സുണ്ടെങ്കിൽ, തകരാൻ മനസ്സുണ്ടെങ്കിൽ, ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് തിരുഹിതമുണ്ട്. അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പരിശുദ്ധാത്മാവ് പറയുന്നു, അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ ദാസനെ ഞാൻ കടാക്ഷിക്കും. അനുതപിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ എന്റെ ദൈവത്തിന് തിരുഹിതമുണ്ട്. വിശദീകരിക്കുന്നില്ല, അതല്ലല്ലോ നമ്മുടെ ചിന്ത. ദാവീദിന്റെ അപേക്ഷ ദൈവം സ്വീകരിച്ചു. 3 ദിവസത്തെ മഹാമാരി അയച്ചു. 70,000 പേര് വീണു. ഒരു നാശക ദൂതൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യെരൂശലേമിന് നേരെ വാൾ ഊരിപ്പിടിച്ചു നിൽക്കുന്നു. ആ ദൂതനെ തൊട്ടൊരു കല്ലിട്ടാൽ കല്ല് വന്ന് വീഴുക ഓർന്നാന്റെ കളത്തില. ഓർന്നാനും 4 മക്കളും കൂടെ ദൂതനെ കണ്ടിട്ട് പോയി ഒളിച്ചിരിക്കുകയാണ്. ദൈവം ദാവീദിനോട് പ്രവാചകൻ മുഖാന്തരം പറയുന്നു, നീ ആ സ്ഥലം വില കൊടുത്തു വാങ്ങണം. ദൂതനെ തൊട്ടൊരു കല്ലിട്ടാൽ ആ കല്ല് വന്ന് വീഴുക ഓർന്നാന്റെ കളത്തിലാണ്. ആ കളം നീ വില കൊടുത്തു വാങ്ങാൻ പറഞ്ഞു. 700 ശേക്കൽ പൊന്നു കൊടുത്ത് ദാവീദ് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി. വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് യാഗപീഠം പണിതു. ആ യാഗപീഠത്തിൽ ആരാധന അർപ്പിച്ചു, യാഗമർപ്പിച്ചു. യാഗം ദൈവസന്നിധിയിലെത്തിയപ്പോൾ ദൈവം നാശക ദൂതനോട് പറയുന്നു, നിന്റെ വാൾ ഉറയിലിടുക. യെരൂശലേമിന് വരണ്ട, ന്യായവിധി മാറിയ സ്ഥലമാണ് ഓർന്നാന്റെ കളം. അതെന്തിന്റെ നിഴലാണെന്നറിയാമോ? മാനവജാതിയുടെ മുഴുവൻ ന്യായവിധി മാറിയ ഒരിടമുണ്ട്. അതേതാണെന്നറിയാമോ? തലയോടിടമെന്ന് ഗോൽഗൊത്ത മലയും ആ മലമുകളിൽ ഉയർത്തപ്പെട്ട ക്രൂശും ആ ക്രൂശിൽ തകർക്കപ്പെട്ട എന്റെ യേശുവുമെന്ന് അതരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ആ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ എണ്ണുന്നത് തെറ്റാണെന്നൊരു ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. ആ ഭാഗം നമുക്ക് ഇന്നങ്ങ് വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ
ഓർന്നാന്റെ കളം, മനസ്സിലാവുന്നുണ്ടോ? ഓർന്നാന്റെ കളം. അവിടെയാണ് ആര് ആലയം പണിതത്? ശലോമോൻ യെരൂശലേം ദൈവാലയം പണിതത്. ഒന്നുകൂടെ പറയാം, മോറിയ മലയിൽ ഈ ദാവീദ് വട്ടം കൂട്ടിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഓർന്നാന്റെ കളം, അവിടെ യാഗപീഠം പണിതു. അവിടെയാണ് എന്ത് പണിതത്? യെരൂശലേം ദൈവാലയം പണിതത്. യെരൂശലേം ദൈവാലയത്തെ കുറിച്ച് ചരിത്രപരമായി നല്ല പശ്ചാത്തലങ്ങൾ, നിർവചനങ്ങൾ തന്നിരിക്കുന്നത് ജോസിഫസ് ആണ്. യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ആ ദൈവാലയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യെരൂശലേം ദൈവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലം, നമുക്കറിയാം സമാഗമന കൂടാരത്തിന് 3 ഭാഗം. അറിയാവുന്നവരെന്ന് പറഞ്ഞ് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അല്ലേ? യെരൂശലേം ദൈവാലയത്തിന് 3 ഭാഗം: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിൽ ജോസിഫസ് പറയുന്നത് പ്രാകാരം സ്ഥിതി ചെയ്യുന്നത് ഓർന്നാന്റെ കളത്തില, എന്നാൽ അതിന്റെ അതിവിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അബ്രഹാം തന്റെ മകന് വേണ്ടി പണിതതും ദൈവം കരുതിയ ദൈവത്തിന്റെ ആടിന്റെ രക്തം വീണെടുത്തുമാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അബ്രഹാമേ, നിന്റെ മകൻ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന ഇടത്ത് അവനെ യാഗം കഴിക്കാൻ പറഞ്ഞതിന്റെ ആശയം എന്താ? നിന്റെ മകന്റെ മരണം കാണുക എന്നുള്ളതല്ല. പിന്നെ എന്താണെന്നറിയാമോ? നിന്നെ കൊണ്ട് ഞാൻ യെരൂശലേം ദൈവാലയത്തിന് അടിസ്ഥാനം ഇടിപ്പിക്കുകയാണ്. ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, യെരൂശലേം ദൈവാലയം പണിതത് ശലോമോൻ ആണെങ്കിലും അതിന് അടിസ്ഥാനം ദൈവം ഇടിപ്പിച്ചത് അബ്രഹാമിനെ കൊണ്ട. എന്റെ മാന്യ സഹോദര, എന്റെ മാന്യ സഹോദരി, അഭിഷക്ത, നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകളുടെ, നൊമ്പരങ്ങളുടെ, സങ്കടങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ മറയപ്പെട്ട ചില പദ്ധതികളുണ്ട്. ഇന്നലകളിൽ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതും ഇന്ന് നീ ചെയ്തിട്ടില്ലാത്തതുമായ ചില ദൈവ പ്രവർത്തികൾ, ചില ദൈവിക പദ്ധതികൾ നിന്നിലൂടെ തികച്ചെടുക്കാനുള്ള ചില ദൈവിക പദ്ധതികൾ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ആത്മാവ ദൂത് ശക്തമായി തലയിൽ കൈവച്ചെന്ന വണ്ണം വിളിച്ചു പറയുമ്പോൾ അതരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി വചനത്തിലൂടെ ഇടപെടുകയാ. അല്പം കൂടെ ആഴമായി ഞാൻ ആ ദൂത് നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. പഴയ നിയമ യെരൂശലേം ദൈവാലയം പുതിയ നിയമ സഭയാം ദൈവാലയത്തിന്റെ നിഴല. പഴയ നിയമ യെരൂശലേം ദൈവാലയം ഒരു യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ട് പണിതു. ഏതു യാഗവേദി? അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ യാഗവേദി. പുതിയ നിയമസഭയും ദൈവാലയവും ഒരു യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ട് പണിതു. ഏതു യാഗവേദി? യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണം എന്ന യാഗവേദി. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം പറയാൻ ആർജവമുണ്ട്? ഹല്ലേലൂയ. ദൈവാലയം ഒരു രക്തത്തിൽ അടിസ്ഥാനപ്പെട്ട് പണിതു. ഏതു രക്തം? അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനു പകരം ദൈവം കരുതിയ ദൈവത്തിന്റെ ആടിന്റെ രക്തം. മനസ്സിലായില്ല? അപ്പനും മോനും കൂടെ മോറിയ മലയിൽ എത്തിയില്ലേ? എത്തിയോ? ഇത്രയുള്ള കല്ലുകൾ പെറുക്കി പെറുക്കി നടക്കല്ലേ യാഗപീഠം പണിയാൻ? ഇത്രയുള്ള കല്ലുകൾ പെറുക്കി 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 തപ്പി തപ്പി നടക്കുമ്പോ കല്ലുകൾ പെറുക്കി 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 കാണേണ്ടതല്ലേ? ഇതുവരെ ഇല്ലാതിരുന്നതും എന്നാൽ തക്ക സമയത്ത് വെളിപ്പെട്ടതുമായ ഈ ആട് എവിടെ നിന്ന് വന്നതാ? ഇതൊരു തോമാച്ചന്റെ വീട്ടിൽ നിന്ന് കയറ് പൊട്ടിച്ചു വന്ന ആടല്ല. പിന്നെ ഇത് ഏതാടാണെന്നറിയാമോ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എന്റെ ദൈവം കരുതിയ ദൈവത്തിന്റെ ആട്. ഞാൻ സ്തോത്രം ചെയ്തു പറയാം, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, നിന്റെ തകർച്ചകൾക്ക് പരിഹാരം മാനുഷികമായി ഒന്നും നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നില്ലെങ്കിലും നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം നിന്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നിനക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ലെങ്കിലും മാവ് പറയുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എന്റെ ദൈവത്തിന് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒന്നല്ല 1000 വഴികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ വഴികൾ നിന്റെ വഴികളല്ല, എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളല്ല എന്ന് ആത്മാവ് പറയുമ്പോ അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഹൃദയം പിടച്ചു വികസിക്കുന്നു. ആ ദൈവം കരുതിയ ദൈവത്തിന്റെ ആടിന്റെ രക്ത
പഴയ നിയമ ദൈവാലയത്തിന്റെ അടിസ്ഥാനം പുതിയ നിയമ സഭയാം ദൈവാലയത്തിന്റെ അടിസ്ഥാനവും ഒരു രക്തമാണ്. ഏതു രക്തം? എന്നോട് ചേർന്ന് ഒരുമിച്ച് പറ. ലോകസ്ഥാപനത്തിന് മുൻപേ. എല്ലാ ദൈവമക്കളും അഭിഷക്തന്മാരെ ഒരുമിച്ചൊന്ന് പറ. ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തം. ആ പരിശുദ്ധ രക്തം അടിസ്ഥാനമാക്കിയാണ് ദൈവത്തിന്റെ സഭ പണിയപ്പെടുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ദൈവസഭയ്ക്കെതിരെ ചലിക്കുന്ന ഇരുളിന്റെ ശക്തികൾ എത്ര പ്രബലമെങ്കിലും ഹാമാന്റെ ഭാര്യ സേരശും അവന്റെ ഭൃത്യന്മാരും അവനോട് പറഞ്ഞതുപോലെ തന്നെ, മൊർദെഖായി ഒരു യഹൂദ്യ വംശക്കാരനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല. ഇരുളിന്റെ അധികാരങ്ങളെ, പൈശാചിക ശക്തികളെ യേശു ക്രിസ്തുവിന്റെ പവിത്ര രക്തത്തിൽ അടിസ്ഥാനപ്പെട്ട് പണിയുന്ന ദൈവത്തിന്റെ സഭയെ ജയിച്ചടക്കാൻ നിനക്ക് കഴിയില്ല. പാതാള ഗോപുരങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത, പാതാള ഗോപുരങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത, പാതാള ഗോപുരങ്ങളുടെ മേൽ ജയഭേരി മുഴക്കി ആ ഭുങ്കുരം മുന്നേറുന്ന ദൈവത്തിന്റെ സഭയ്ക്കായി ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വചനത്തിന്റെ ആഴം ഞാൻ പറയാം. അബ്രഹാമേ, ദൈവത്തിന്റെ സ്നേഹിത, വിശ്വാസികളുടെ പിതാവേ, സ്വന്തം ജീവിത പങ്കാളി സാറ അല്ലേ, അവളോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത നീറുന്ന വേദനയിൽ 3 ദിവസം ദൈവം എന്തിനാ നിന്നെ വിട്ടെ? ഒരാമേൻ പറഞ്ഞേ. നിന്റെ മകന്റെ മരണം കാണിക്കാനല്ല, ദൈവത്തിന്റെ സഭയുന്ന ഹല്ലേലൂയ പുതിയ നിയമസഭയുടെ നിഴലായ പഴയ നിയമ ദൈവാലയത്തിന് നിന്നെ കൊണ്ട് അടിസ്ഥാനമിടിപ്പിക്കാനാ 3 ദിവസം വേദനയിലൂടെ ദൈവം നിന്നെ നടത്തിയത്. സ്തോത്രം ചെയ്ത് ദൈവമക്കൾ ഒരുമിച്ച് പറ. എന്റെ വേദനയിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്റെ സങ്കടത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്റെ നൊമ്പരത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന കൂരിരുളിന്റെ താഴ്വരയിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം ചെയ്ത് പറ. പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുന്നു, ചിലരെ ധൈര്യപ്പെടുത്തുന്നു, കർത്താവ് ചിലരോട് ഇടപെടുന്നു. അതെ, ഈ ശോധനയുടെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പത്രോസേ, ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല. വിഷയം വിട്ടുപോയോ? പിന്നെ അറിയുന്നു, പിന്നെ നീ അറിയുമെന്ന്. ഇതുപോലെ ദൈവശബ്ദം, ഇതുപോലെ ദൈവിക ദൂത് ദോഷമായിട്ട് വല്ലതും ദൈവം ചെയ്യുമോ? ഒന്ന് സ്തോത്രം ചെയ്തു പറ. ദോഷമെന്ന് ചിന്തിക്കുന്നത് പോലും നന്മയ്ക്കല്ലേ, അനുഗ്രഹത്തിനല്ലേ? ശാന്തമായിട്ട് കാത്തിരുന്നോ കേട്ടോ, ശാന്തമായിട്ട് കാത്തിരുന്നോ കേട്ടോ. നിരാശയ്ക്ക് വിധേയപ്പെടാതെ, നിരാശയ്ക്ക് ഇരയാകാതെ കാത്തിരുന്നോ കേട്ടോ. ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ഒന്ന് സ്തോത്രം ചെയ്തു പറ. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അവരോട് ഞാൻ ആ പാട്ട് ഒന്നുകൂടെ പാടണമെന്ന് അപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നാം ഒരുമിച്ച് ആ ഗാനം ഒന്ന് ചേർന്ന് പാടി സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ തൽസ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? എന്നിട്ട് ആധാരങ്ങൾ തുറന്ന് ഹല്ലേലൂയ കരമടിച്ച് സ്തോത്രം ചെയ്ത് ഒരുമിച്ച് പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. അവൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ഓ ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ
ശിക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരവേദിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അവരെന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ റഹ്മേ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ അല്ല, നന്മയ്ക്കായുള്ളവയത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, അടുത്ത സെക്കൻഡിൽ എന്താ നടക്കുന്നത് എന്നറിയാൻ കഴിയാത്ത മനുഷ്യക്രിമിയാ ഞാൻ. എന്നാൽ ഇന്ന് രാത്രി എനിക്കെൻ്റെ ദൈവത്തെ അറിയാം, എനിക്കെൻ്റെ ദൈവത്തെ അറിയാം. ദോഷമായി ഒന്നും എൻ്റെ നാഥൻ എനിക്ക് ചെയ്യുകയില്ല. എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന, ദൈവം ചെയ്യുന്ന എല്ലാറ്റിന്റെ പിന്നിലും തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് അത് നന്മയായി വെളിപ്പെട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അതെന്റെ നന്മയ്ക്കായിരുന്നു എന്ന് തെളിയിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തോട് ഞാൻ പ്രത്യുത്തരം പറയില്ല, ആ ദൈവത്തോട് ഞാൻ ചോദ്യാക്ഷരങ്ങൾ ഉന്നയിക്കില്ല. എനിക്കറിയാം, ദൈവത്തെ എനിക്കറിയാം, എനിക്ക് എന്റെ ദൈവത്തെ അറിയാം 100%. എനിക്ക് എന്റെ ദൈവത്തെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. തിന്മ ചെയ്യാത്ത ദൈവം, നന്മയ്ക്കായി സകലതും കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിവുണ്ട്? കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ വചനം ശുശ്രൂഷിക്കാൻ തന്ന അവസരത്തിനായി, ഭാഗ്യത്തിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, അങ്ങയുടെ വചനം ശുശ്രൂഷിക്കാൻ ഒരു ദിവസം കിട്ടുന്ന അവസരം എത്രയോ ഭാഗ്യകരമായത്. അങ്ങയെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ ഞങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ. സംസാരിച്ചതുകൊണ്ട് നന്ദി. അപ്പം പലപ്പോഴും കൂരിരുളിൻ്റെ താഴ്വരകളിലൂടെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നെത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത ശോധനകളിലൂടെ ഒക്കെ ഞങ്ങൾ പോകുമ്പോൾ മനുഷ്യരായി ഞങ്ങൾ പതറാറുണ്ട്, ക്ഷീണിക്കാറുണ്ട്. ഞങ്ങൾ മനുഷ്യരാണല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങ് അറിയുന്ന ദൈവമാണല്ലോ. ഞങ്ങളെ അറിഞ്ഞും ഞങ്ങളെ മനസ്സിലാക്കി അങ്ങയുടെ വചനം തന്ന് അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങളെ ധൈര്യത്തോടെ നിർത്തുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് നന്ദി. ഇത്ര നല്ല ദൈവത്തെ അറിയാൻ, ഇത്ര നല്ല ദൈവത്തെ സേവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതുകൊണ്ട് നന്ദി. അങ്ങയുടെ ഹിതത്തിനും അങ്ങയുടെ ഇഷ്ടത്തിനും ഞങ്ങളെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തി തരുന്നു. അങ്ങയുടെ ജനത്തെ, അങ്ങയുടെ അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം വേർതിരിച്ചു തന്ന അഭിഷക്തന്മാർക്ക് ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ്.